കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് കടന്നു പോകുന്ന ജീവിത സാഹചര്യം ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് ചികിത്സ എടുക്കുന്നുണ്ടാവാം. ഈ ചികിത്സയുടെ കൂടെ തന്നെ നമുക്ക് എന്ത് അസുഖമാണോ നമുക്ക് അകത്തുള്ളത് അതിൻ്റെ ഒരു സഫറിങ് അത് ഭയങ്കരമായിട്ട് കാണാം. ഇതെല്ലാത്തിനും പുറമെ നമ്മൾ സമൂഹത്തിൽ നിന്നും അവർക്ക് കിട്ടുന്ന കുറച്ച് കളിയാക്കലുകളും ഒക്കെ ഉണ്ട്. സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നായിരിക്കാം. അങ്ങനെ കുറേ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷർ അത് ഭയങ്കരമായിരിക്കും. ഈ നമുക്കൊരു ചിലപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ എന്തിനോ ഒരു മരണ വീട്ടിൽ പോകാൻ പോലും ഇവർക്ക് മടിയായിരിക്കും. പ്രത്യേകിച്ച് എന്തൊന്നും ആയില്ലേ, എന്താണ് നിങ്ങൾ ചികിത്സയൊന്നും എടുക്കുന്നില്ലേ, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾക്കിടയിൽ നിന്നും എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ട് വീട്ടിൽ കയറി ഒളിച്ചിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു കുഞ്ഞിനെ ഒരു അമ്മ എടുത്ത് വെച്ച് കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ചിലപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിൽ കളിച്ചും ചിരിച്ചും ഒക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, അവർ എത്രത്തോളം വേദന അകത്ത് വെച്ചിട്ടാണ് ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ സന്തോഷത്തോടെയൊക്കെ നിൽക്കുന്നത്. അതിനർത്ഥം അവർക്ക് വിഷമമില്ല എന്നുള്ളതല്ല, അവർ സപ്രസ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം മനസ്സിൽ അടക്കി വെച്ചിട്ടാണ് നമ്മുടെയൊക്കെ മുമ്പിൽ അവർ നിൽക്കുന്നത്. ഈ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു കുഞ്ഞിനെ അമ്മയുടെ ഈ പ്രസവിക്കാത്തൊരു സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ കൊടുക്കരുത്, അത് കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വരും എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കുറേ അമ്മായിമാരുടെയൊക്കെ കുറേ സംസാരങ്ങളൊക്കെ നമുക്ക് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ സമൂഹം തന്നെ ഇങ്ങനെ അടിച്ചമർത്തി കുറേ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഇവർ പറയുന്നതും ഒക്കെ കേട്ടിട്ട് നിങ്ങളുടെ ആ ഒരു സന്തോഷം കളഞ്ഞ്, നിങ്ങളുടെ ആരോഗ്യം കളഞ്ഞ് നിങ്ങൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്കൊരു കുഞ്ഞ് വരും. അത് ഉറപ്പായിട്ടും വരും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ആ കുഞ്ഞ് വളരാൻ പോകുന്നത്. ആ സമയത്ത് ഒരിക്കലും ഒരു കുറ്റബോധം തോന്നരുത്. എൻ്റെ കുഞ്ഞിന് എനിക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷനും ആ ഒരു ആരോഗ്യത്തോടെ ഒരു കുഞ്ഞ് വളരാനുള്ള സാഹചര്യം ഞാനായിട്ട് നഷ്ടപ്പെടുത്തി എന്നൊരു കുറ്റബോധം ഒരിക്കലും നിങ്ങൾ വരുത്തരുത്. അതുകൊണ്ട് സന്തോഷമായിട്ട് പോവുക. എന്ത് കാര്യങ്ങളും എല്ലാം നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ആഹാരമൊക്കെ കഴിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടും.